പറയുന്നത് നോ മേക്കപ്പ് ലുക്കാണ്. ഞാൻ അതിനുവേണ്ടി ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മോയ്സ്ചറൈസറിലോട്ട് പോകാവുന്നതാണ്. എർത്ത് റിതം ഫൈറ്റോസെറമൈഡ് ഡീപ് മോയ്സ്ചറൈസർ ആണ്. ഇത് നന്നായിട്ട് സ്യൂട്ടബിൾ ആകുന്ന നോർമൽ സ്കിന്നാണ്. എൻ്റെ ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആകത്തില്ല, കാരണം ഇത് നല്ല ഡീപ്പ് ഹൈഡ്രേഷൻ ഉള്ളതാണ്. എന്നാൽ ഭയങ്കര ഡീപ്പ് ഹൈഡ്രേഷൻ അല്ല, ഓയിലി ഒന്നും ആക്കുന്നില്ല, ഒരു ഹൈഡ്രേഷൻ എക്സ്ട്രാ ഉണ്ട്. അത് നമുക്ക് നോർമൽ ഓയിലി സ്കിന്നിന് ആവശ്യമില്ല. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒട്ടുന്ന ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ട് ഈ തണുപ്പ് സമയത്ത് എനിക്ക് മേക്കപ്പിന് അടിയിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടമാണ്. നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത ശേഷം ലിപ് ബാമിലേക്ക് പോകുന്നുണ്ട്. ലിപ് ബാം 1% സെറമൈഡ് കോംപ്ലക്സ് ലിപ് ബാം ആണ്, ഡെർമാക്കോഡ. ഇത് അട്ടർ ഫ്ലോപ്പ് ആണ്. 329 ഉള്ള ഈ ലിപ് ബാമിന് എഴുതിയിട്ടുള്ളത് ഡ്രൈ ചാപ്ഡ് ലിപ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഡ്രൈ ലിപ്പിൽ ഇത് വർക്ക് ആവുന്നില്ല, നോർമൽ ഹൈഡ്രേഷനേ ഉള്ളൂ. എൻ്റെ ഡ്രൈ ലിപ്പിന് ഇത് അത്ര സ്യൂട്ടബിൾ അല്ല. സൺസ്ക്രീൻ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് സൂപ്പർ ഒന്നുമല്ല, ഒരു നോർമൽ സൺസ്ക്രീൻ ആണ്. ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആണ്, നമുക്ക് നന്നായിട്ട് സമയം എടുത്ത് ബ്ലെൻഡ് ചെയ്യണം. എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് എനിക്കിത് അത്ര ഇഷ്ടമായിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ഓയിലി സ്കിൻ, ഇത് ഇച്ചിരി ഒന്ന് ഓയിലി ആക്കുന്നുണ്ട്, ഇച്ചിരി അല്ല സാമാന്യം ഓയിലി ആക്കുന്നുണ്ട്. ഈ തണുപ്പ് സമയത്ത് കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. പിന്നെ കണ്ടോ ഒത്തിരി സമയത്താണ് ബ്ലെൻഡ് ചെയ്യാനുള്ളത്. ഈ ക്ഷമയില്ലാത്തതുകൊണ്ട് എനിക്കിത് ഫേവറേറ്റ് അല്ല. പണ്ടെങ്ങാണ്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി, പണ്ടല്ലേ ഈ അടുത്ത കാലത്ത് റിവ്യൂ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതോടെ ഞാൻ വീഡിയോയ്ക്കൊക്കെ ഇടുന്നതേ ഉള്ളൂ കേട്ടോ. ബട്ട് ഇതിൻ്റെ പ്രൈസ് കുറവാണ്. സോ നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ നല്ലൊരു ഹൈഡ്രേഷനും പിന്നെ പ്രൊട്ടക്ഷനും ഉള്ളൊരു സൺസ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഓയിലി സ്കിന്നിന് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല എന്തായാലും. പിന്നെ മേക്കപ്പിൻ്റെ അടിയിൽ കൊള്ളാം. പിന്നെ കൺസിലർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ കൺസീൽ ആൻഡ് ഡിഫൈൻ കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് C10 ആണ്, സോറി. അപ്പോൾ ഇത് ഒരു പീച്ച് കൈൻഡാണ് കണ്ടോ. ഒരു എനിക്ക് പറ്റിയ അത്രയും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡല്ല, പക്ഷേ എനിക്കിത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ കണ്ണിൻ്റെ അവിടെ കണ്ണട വെച്ചിട്ട് നല്ലൊരു പാടുണ്ട്. കൂടാതെ എൻ്റെ മൂക്കിൻ്റെ മുകളിലെ പിഗ്മെൻറ്റേഷൻ, അപ്പർ ലിപ്പിൻ്റെ അവിടെയുള്ള പിഗ്മെൻറ്റേഷൻ, ചുണ്ടിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ, ചുണ്ടിൻ്റെ മുകളിലാണ് കൂടുതൽ പിഗ്മെൻറ്റേഷൻ ഉള്ളത്. പിന്നെ ആക്നയുടെ മാർക്കുകൾ, പിന്നെ നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡിലുള്ള പിഗ്മെൻറ്റേഷൻ, അതൊക്കെ ഞാൻ മറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല അടിപൊളി കൺസിലറാണ്. ഷെയ്ഡൊക്കെ കറക്റ്റ് കിട്ടിയാൽ, കാരണം ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റ് ഫിനിഷ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ വോണ്ടും എല്ലാം സൂപ്പറാണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഒത്തിരി ഷെയ്ഡ്സും അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ ഷെയ്ഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഞാനപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് ബ്രഷ് വെച്ചിട്ട്, കണ്ടല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ പിന്നെ സൂപ്പറാണ്. പിന്നെ ഫൗണ്ടേഷന് കേബിറ്റഡ് ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട്. ഈ ഫൗണ്ടേഷൻ നല്ല ലോ കവറേജ് ആണ്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് പറഞ്ഞാൽ, ഷെയ്ഡ് പറഞ്ഞില്ലല്ലോ, ഇതിൻ്റെ ഷെയ്ഡ് വന്ന് 135N മീഡിയം ആണ് ഇതിൻ്റെ ഷെയ്ഡ്. 2-3 ഷെയ്ഡ് ഡാർക്കറാണ് ഈ ഫൗണ്ടേഷൻ. എൻ്റെ അബദ്ധമാണ്, അല്ലാണ്ട് വേറെ ആരുടെയും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ലൈറ്റ് കൺസിലർ യൂസ് ചെയ്തിട്ട് എൻ്റെ മണ്ടയിൽ ഇത് യൂസ് ചെയ്യലുണ്ട്. ഇതിൻ്റെ കവറേജിനെ പറ്റി പറഞ്ഞാൽ ഞാനിതിൻ്റെ കമ്പാരിസൺ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതും മാൾസിൻ്റെ BB ക്രീമുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള, കാരണം അത്രയ്ക്ക് കവറേജ് കുറവാണ്. ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് സ്കിൻ ടിൻറ്റ്, BB ക്രീം, CC ക്രീം എന്നൊക്കെ വെച്ചിട്ടാണ്. അല്ലാണ്ട് ഒരു ഫൗണ്ടേഷൻ, ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാലും ഹൈഡ്രേഷനൊക്കെ ഉണ്ട്, പക്ഷേ ഒരു കവറേജ് ഇല്ല. അത് ഭയങ്കര പോറാണ്. ഫസ്റ്റ് ഇട്ട കൺസിലറിൻ്റെ എഫക്റ്റ് കൊണ്ട് മാത്രമാണ് ഇത് നല്ല കവറേജ് ഉള്ളത് തോന്നിക്കുന്നത്, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് കാണായിരുന്നു. ഞാൻ നെക്സ്റ്റ് ഒരു കൺസിലർ യൂസ് ചെയ്യുന്നുണ്ട്. ലോറിയലിൻ്റെ ഇൻഫാലിബിൾ ഫുൾ വെയർ കൺസിലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് 312 ആംബർ ആണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹൈലൈറ്റിംഗ് ഷെയ്ഡ് അല്ല, പക്ഷേ ഇതിൻ്റെ ഒരു കവറേജ് സൂപ്പറാണ്. ഒരു ചെറിയൊരു ഡോട്ട് മതി കുറേ ഏരിയ കവർ ചെയ്യും. കണ്ടു. ഇപ്പം ഞാൻ എൻ്റെ ഐയുടെ താഴെ ഇട്ടിട്ട് ഐഡോട് ചേർക്കുന്നില്ല, കാരണം ഐഡോട് ചേർത്താൽ മീൻസ് ലൈറ്റ് ഷെയ്ഡ് ഐഡോട് ചേർത്ത് നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മുടെ ഐ ഒന്ന് കുഴിഞ്ഞ പോലെ കാണിക്കുകയും ഏജിങ് തോന്നിക്കുകയും ചെയ്യും. അപ്പോൾ ഏജ് ഉണ്ടത് ഒളിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാവുന്നുണ്ട്. ലൈറ്റ് ഷെയ്ഡ് ഇച്ചിരി മാറ്റിയിടുക, ആ കുഴിയോട് ചേർത്തിടാണ്ട് കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ അവിടെ ചെറിയൊരു കുഴിയില്ലേ, ആ കുഴിയോട് ചേർത്ത് വരാണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ സൂപ്പർ കൺസിലറാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അത് പിന്നെ പറയാം. ഫേസ് ഏകദേശം ഇപ്പോൾ ഈവൻ ടോൺ ആണല്ലോ, അപ്പം നമുക്ക് അതൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ഈ ഷാഡോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ ഹെവൻ്റെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു നല്ല വാം ടോണിൽ വരുന്നതാണ്. എൻ്റെ സ്കിൻ ടോൺ ഏകദേശം കറക്റ്റാണ്. എൻ്റെ സ്കിൻ ടോൺ അടുത്ത സ്കിൻ ടോണുള്ളവർക്ക് നമുക്ക് നന്നായിട്ട് കോണ്ടൂർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നുണ്ട്. കാരണം ഇതുണ്ടല്ലോ, നല്ല ലൈറ്റ് കവറേജ് ആണ്, ഭയങ്കര ഹൈ കവറേജ് അല്ല. പിന്നെ നമുക്ക് നല്ലൊരു നാച്ചുറൽ ലുക്ക് തരാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. നല്ല ക്രീമിയാണ്, ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യാണ്. ഹൈ കവറേജ് ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു നാച്ചുറലി നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ആ ഫൗണ്ടേഷനോട് ചേർന്നിട്ട് നല്ലൊരു നാച്ചുറൽ ലുക്ക്. പിഗ്മെൻറ്റേഷൻ കൂടിയത് നമ്മൾ അപ്ലൈ ചെയ്താലും നമ്മുടെ ആ ഒരു പിക്ചറിലൊക്കെ സൂപ്പർ ആയിരിക്കും, പക്ഷെ നമ്മൾ നോർമലി കാണത്തില്ല. ആ സമയത്ത് ഇത്തിരി എക്സ്ട്രാ ആയിട്ട് തോന്നിക്കും. പിന്നെ ഞാൻ ഇത് കഫ്താൻ ലക്ഷസിൻ്റെ ഒരു എന്തായിരുന്നു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. ഇത് 6 വരുന്ന ഒരു കുഞ്ഞ് സെറ്റാണ്. സോ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാവുന്നതാണ്. ഒന്നായിട്ട് എനിക്കിതിൻ്റെ ഷെയ്ഡ് അറിയത്തുമില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് ട്രൈ ചെയ്യാം. കാരണം ഇപ്പം ഒരാൾ തന്നെ പല ഷെയ്ഡ് യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്തൊക്കെ വാങ്ങിക്കാന്നുണ്ട്. കാരണം 299 399 അങ്ങനെ എന്തോ പ്രൈസ് വന്നിട്ട് 6 തരുന്നുണ്ടായിരുന്നു. 6 ഷെയ്ഡ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയാണ്, ക്രീമിയാണ്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ലാസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സെറ്റ് ചെയ്തെല്ലാം നന്നായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. പ്രത്യേകിച്ച് എനിക്ക് നന്നായിട്ട് എൻ്റെ നാച്ചുറൽ ലുക്കിന് നന്നായിട്ട് ചേരുന്നത്. ഇത് ലോറിയലിൻ്റെ കൺസിലറിൻ്റെ പ്രശ്നം പറയാം. ഇത് നന്നായിട്ട് നമുക്ക് കവറേജ് ഉണ്ട്, സൂപ്പർ ലോങ് ലാസ്റ്റിക് ആണ്. എങ്കിലും
നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഉടനെ അത് സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഉടനെ സെറ്റ് ചെയ്താൽ സൂപ്പറാണ്, അടിപൊളി കൺസിലറാണ്. അപ്പോൾ ഞാൻ കെ ബ്യൂട്ടിയുടെ HD ലൂസ് പൗഡർ ബനാന എന്ന ഷെയ്ഡിലുള്ളത് വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഉടനെ സെറ്റ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുകൂടെ കൺസിലർ വെച്ച് ബ്രഷ് വെച്ചിട്ട് കൺസിലർ ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തൊക്കെ ഒന്ന് ആ ക്രീസിങ്ങൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കും. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റിങ് സെറ്റ് ചെയ്യുന്ന തൊട്ട് മുമ്പ് ഇത് ലാസ്റ്റിംഗ് പവർ അല്പം കുറവാണ്. ഇത് ഓയിലി സ്കിന്നിൻ്റെ ഇഷ്യൂ ആണ് കേട്ടോ. ഞാൻ ബ്രഷ് വെച്ചിട്ട് ബാക്കി പാർട്ടിലും കൂടെ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ക്രീസ് ചെയ്ത ഭാഗമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഫുൾ ഫേസ് കൊണ്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ലോറിയലിൻ്റെ ഇൻഫാലിബിൾ പ്രോ സ്പ്രേ സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ്, കുറേ വർഷങ്ങളായിട്ടുള്ള. ഇത് ട്രൈ ആകുന്ന നേരം കൊണ്ട് നമുക്ക് ഐബ്രോ ഫിൽ ചെയ്യാം. മാർജിൻ്റെ ഐബ്രോ പാലറ്റാണ്. ഇതെല്ലാം ഇന്ത്യൻ സ്കിൻ ടോണിനും ചേരുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ സ്പ്രേ അടിച്ചില്ല, അതിൻ്റെ ഒരു നനവും കൂടെ നമ്മുടെ ഐബ്രോയിലുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പിഗ്മെൻറ്റേഷൻ കിട്ടും. പിന്നെ ഇത് ഞാൻ എൻ്റെ നാച്ചുറൽ ഐബ്രോയുടെ ഷേപ്പ് എങ്ങനെയാണോ അത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് നോ മേക്കപ്പ് ലുക്ക് ആവുന്നത്, അല്ലെങ്കിൽ വേറെ മേക്കപ്പ് ലുക്കായി പോകുമല്ലോ. അപ്പോൾ ഞാൻ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്തിട്ട് അത് ഫിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സെറ്റിംഗ് സ്പ്രേ അടിച്ച ശേഷം ഒരു ഒട്ടൽ പോലെ തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ അത് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒരുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോകുന്നില്ല. കണ്ടല്ലോ എങ്ങനെയാണെന്ന്. ദെൻ സ്വിസ് ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റ് ന്യൂട്രൽ ഷെയ്ഡ് എടുത്തിട്ട് അതിലത്തെ ഈ ഷെയ്ഡ് എടുത്തിട്ട് ഞാനത് ക്രീസ് ഫിൽ ചെയ്യുന്നുണ്ട്. ക്രീസ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ നാച്ചുറലി ഉള്ള സാധനമാണ്, നമ്മളത് ഫൗണ്ടേഷൻ ആയിട്ട് മാറ്റിയതായിരുന്നു. ഫേസ് ഒന്ന് ബ്രോൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈഗ്ലാമിൻ്റെ ഡുവോ ബ്രോൺസർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു വാം ഷെയ്ഡും ഉണ്ട്, നമ്മുടെ കൂൾ ടോണിലുള്ള ഷെയ്ഡും ഉണ്ട്. അപ്പോൾ ഞാൻ വാം ഷെയ്ഡ് കൂടുതൽ എടുത്തിട്ട് കൂൾ ടോണിലുള്ള അല്പം എടുത്തിട്ട് നമ്മുടെ ഈ ചീക്ക് ബോണ്ട് അവിടെ നെറ്റിയുടെ അവിടെയൊക്കെ നന്നായിട്ട് ഫിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോസിൻ്റെ അവിടെ നമ്മുടെ ജോ ലൈൻസിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. നോസിൽ ഇത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറിയ നോസാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എക്സ്ട്രാ കൊടുക്കുന്നത്. നിങ്ങളുടെ നോർമലി ഉള്ളൊരു പോയിന്റഡ് നോസ് ആണെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കഫ്സാൻ ലാഷസിൻ്റെ കപ്പി കേക്ക് എന്ന റേഞ്ചിലുള്ള ബ്ലഷ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇന്ന് ഷെയ്ഡ് പുറത്ത് എഴുതിയിട്ടില്ല, എൻ്റെ കവറിലുണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊരു ഡ്രോബാക്ക് അതാണ്, ഈ കഫ്സാൻ ലാഷസിൻ്റെ ഈ ഷെയ്ഡ് നെയിമൊന്നും ഈ പാലറ്റിൽ കാണത്തില്ല. ഇതൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലുള്ള ബ്ലഷാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് നാച്ചുറൽ ലുക്കിന് വേണ്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് മൈഗ്ലാമിൻ്റെ ഡുയോ ഹൈലൈറ്റർ, അതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ആ പിങ്ക് ടോണിലുള്ള സാധനം എടുത്തിട്ട് ഞാൻ നോസിൻ്റെ അവിടെയും ചീക്ക് ബോണിൻ്റെ അവിടെയും കൊടുക്കും. പിന്നെ ബ്രോ ബോണിൻ്റെ അവിടെയും കൊടുക്കും. പിന്നെ താടിയിലൊക്കെ കൊടുക്കും. അതേസമയം ആ ലൈറ്റ് ഷെയ്ഡിലുള്ള ആ യെല്ലോ ഷെയ്ഡിലുള്ള ഞാൻ ഇന്നർ കോർണറിൻ്റെ അവിടെ കൊടുക്കലുണ്ട് കേട്ടോ. അപ്പം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ സഹായിക്കുന്നതാണ്, മറ്റേ സ്കിൻ ടോണിന് വേണ്ടിയിട്ടും. പിന്നെ ഞാനൊന്ന് കേൾ ചെയ്യുന്നുണ്ട് ഐലാഷ്. പിന്നെ മെബ്ലിൻ്റെ സ്കൈ ഹൈ മസ്കാര എന്ന് തോന്നുന്നു, ആ മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് അല്ല, കാരണം ഇത് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നന്നായിട്ട് ഇത് വോളിയൂംനെസ് ഒക്കെ ആക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് റിമൂവ് ചെയ്യാൻ പാടുള്ളതുകൊണ്ട് അത്ര ഇഷ്ടമായിട്ടില്ല. ഈ ലിപ് ലൈനർ അത്ര ഇഷ്ടമായിട്ടില്ല. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറാണ്, ഒരു സെറ്റ് വരത്തില്ല. ഇത് ഞാൻ മാർസിൻ്റെ കുറേ വർഷം യൂസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്കിത് യൂസ് ചെയ്തപ്പോഴത്തേക്കും ക്രീമി അല്ലാത്തതുകൊണ്ട് ഇഷ്ടമായില്ല ഒന്ന്. പിന്നെ ഇത് ഭയങ്കര പോയിന്റഡ് ആയിട്ട് നമുക്ക് കുത്തി വരയ്ക്കേണ്ട, അതെനിക്ക് ഇത്ര ഇഷ്ടമായില്ല. പിന്നെ നല്ല ഡ്രൈ ആണ് കമ്പയർ ചെയ്യും മാൾസുമായിട്ട്. അതുപോലെ നമ്മുടെ കൊച്ചിന് നമ്മൾ വരയ്ക്കത്തില്ല ആ ക്രയോണിൻ്റെ സ്മെല്ലുമാണ്. ടോട്ടലി എനിക്ക് പ്രോഡക്റ്റ് അതുകൊണ്ട് ഇഷ്ടമായിട്ടേ ഇല്ല. മാർസിൻ്റെ കുറേ വർഷം യൂസ് ചെയ്തത് കൊണ്ടാകാം, കുറേ പേർക്ക് ഇത് ഫേവറേറ്റ് ആണ്, അത് വേറെ കാര്യം. പിന്നെ ലിപ്സ്റ്റിക് എടുത്തിരിക്കുന്നത് ലാക്മേ 95 പ്രൈം പ്ലസ് മാറ്റ് ലിക്വിഡ് ലിപ് കളർ MB2 ഇന്ത്യൻ സ്ലാറ്റ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. അപ്പോൾ ഇത് നല്ലൊരു ന്യൂട്രൽ ഷെയ്ഡാണ്, ന്യൂഡ് ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും പക്ഷേ ചേരത്തില്ല. മീഡിയം ടു ഫെയർ സ്കിൻ ടോണിന് ചേരും. നമുക്ക് ഫൈനൽ ലുക്കിലോട്ട് പോകാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്, കമൻറ്റ് ഇടാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ.